സ്റ്റുഡൻസ്, ഇന്നത്തെ നമ്മളുടെ കാറ്റലിസിസിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൈഡ്രോ ഫോർമുലേഷൻ ഓഫ് ഒളിഫീൻസ് ആണ്. The reaction is hydro formulation of olefins. It is also known as OXO process. It's also known as OXO process. So what is hydro formulation? നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓർഗാനിക് ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾക്കറിയാം. So an alkene or an olefin is allowed to react with carbon monoxide and hydrogen. That is our synthetic gas, synthesis gas. Synthesis gas is reacting with an alkene using the നമ്മൾക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് നമ്മുടെ കാറ്റലിസ്റ്റ് ഏതാണെന്നുള്ളതാണ്. The catalyst is a cobalt carbonyl catalyst and the product is an aldehyde. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹൈഡ്രോഫോർമൈലേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. This was the first organometallic catalyst used in a homogeneous medium. നമ്മൾ പറഞ്ഞു homogeneous and heterogeneous catalysis ഉണ്ട്, പക്ഷേ ഇത് homogeneous catalysis ആണ്. ഫിഷർ-ട്രോപ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റ് ആയിരുന്നില്ലേ? ഇത് ഹോമോജീനിയസ് കാറ്റലിസ്റ്റ് ആണ്. ഫസ്റ്റ് ഹോമോജീനിയസ് കാറ്റാലിസിസ് ആണ് ഹൈഡ്രോ ഫോർമുലേഷൻ ഓഫ് ആൽക്കീൻസ് അല്ലെങ്കിൽ ഓക്സോ പ്രോസസ് എന്ന് പറയുന്നത്. So that hydro formulation of alkenes was done by Otto Rollin in 1938. And it was one of the most important homogeneously catalyzed reaction. ഇതിന്റെ ഇമ്പോർട്ടൻസ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ the product obtained is an aldehyde which can be converted into an acid. പിന്നെ എന്താക്കാൻ പറ്റും? ആസിഡിന്റെ ഡിഫറെന്റ് സോൾട്സ് ഓഫ് ആസിഡ്സ് ഉണ്ടാക്കാം, എസ്റ്റേഴ്സ് ഉണ്ടാക്കാം, ഇങ്ങനെ പല പ്രോഡക്ട്സ് നമുക്ക് ഇതിനകത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റെഡ്യൂസ് ചെയ്ത് അതിനകത്ത് ആൽക്കഹോൾ കിട്ടും. അങ്ങനെ ഒരുപാട് നമ്പർ ഓഫ് പ്രോഡക്ട്സ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം ദിസ് ആൽഡിഹൈഡ്. പിന്നെ ഇതിന്റെ സെക്കൻഡറി പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഡിറ്റർജൻസ്, പ്ലാസ്റ്റിസൈസേഴ്സ്, പ്ലാസ്റ്റിക്സ്, ഇതൊക്കെ ഇതിന്റെ സെക്കൻഡറി പ്രോഡക്ട്സ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഓക്സോ പ്രോസസ് ഓർ ദി ഹൈഡ്രോ ഫോർമുലേഷൻ പ്രോസസ്. And the mechanism of this reaction was proposed by ഇദ്ദേഹം അല്ല അത് കണ്ടുപിടിച്ചത് കേട്ടോ. ഇതിന്റെ മെക്കാനിസം പ്രപ്പോസ് ചെയ്തത് വേറെ രണ്ട് സയന്റിസ്റ്റുകളാണ്. ദാറ്റ് ഇസ് ഹെക്ക് ആൻഡ് ബ്രെസ്ലോ ഇൻ 1961. Okay, so hydro formulation or OXO process was first done by Otto Rollin in 1938 using cobalt catalyst. The reaction is alkene is reacted with carbon monoxide and hydrogen, water gas or synthesis gas, catalyzed by cobalt or rhodium salt. First session നമ്മളിപ്പോൾ Otto Rollin കാര്യം പറയുകയാണെങ്കിൽ he used the cobalt catalyst to form an aldehyde, that is addition of hydrogen and a formyl group. അതാണ് ഹൈഡ്രോ ഫോർമൈലേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്, addition of hydrogen and a formyl group. The net process involves the extension of carbon chain by 1. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾക്ക് രണ്ട് RCH കഴിഞ്ഞിട്ട് 6 പിന്നെ 2 കാർബൺ ആണുള്ളത്. ഇവിടെ നമ്മളൊരു കാർബൺ മോണോക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ കാർബൺ ചെയിൻ്റെ ലെങ്ത് കൂടി 1 more carbon is coming to the chain. അപ്പോൾ ലെങ്ത്തിന്റെ ചെയിൻ എക്സ്റ്റൻഷൻ നടക്കുകയാണ്. അഡീഷൻ ഓഫ് 1 more carbon into the ചെയിൻ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഓർഗാനിക്കിൽ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചെയിനിൻ്റെ അകത്ത് കാർബൺ ആഡ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ്. ഹോമോലോഗ സീരീസിന്റെ വലിപ്പം കൂട്ടി കൊണ്ടുപോകുന്ന ഒരു പ്രോസസ് അല്ലേ അത്, അതുകൊണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണത്. So it is extension of carbon chain by 1 and introduction of oxygen into the molecule. It is the largest scale industrial process that is homogeneous, and the mechanism was suggested by Heck and Breslow in 1961. And the hydroformylation process done by Otto Rollin using cobalt catalyst gave a mixture of linear and branched aldehydes. നമുക്ക് കിട്ടിയത് ഒരു മിക്സ്ചർ ഓഫ് ആൽഡിഹൈഡ്സ് ആണ്, ലീനിയറും ബ്രാഞ്ചഡുമായിട്ടുള്ള. ഇങ്ങനെ വന്നുള്ള കുഴപ്പം എന്താണ്? പ്യുവർ കോമ്പോണന്റ് അല്ലെങ്കിൽ പ്യുവർ ആയിട്ട് ഒരു പ്രോഡക്റ്റിനെ ഇതിനകത്തുനിന്ന് ഈ ലീനിയർ ബ്രാഞ്ചിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്താൽ മാത്രമേ ഇതിനകത്തുനിന്ന് നമ്മൾക്ക് നമ്മളുടെ വേണ്ട പ്രോഡക്റ്റിനെ കിട്ടുള്ളൂ. ആൻഡ് ഇറ്റ് വാസ് ഇൻ ദ റേഷ്യോ 3:1. അപ്പോൾ 4 പേരുണ്ടെങ്കിൽ അതിനകത്ത് 3 പേര് ലീനിയറും 1 ബ്രാഞ്ചഡും ആയിരുന്നു. സോ ഇറ്റ് വാസ് എ ഡിസഡ്വാൻറ്റേജ്. ആൻഡ് ദ റേറ്റ് a mixture of linear and branched chain aldehydes is obtained. Rate determining step is the insertion of olefin. അതൊക്കെ നമുക്ക് മെക്കാനിസം പറയുമ്പോൾ പറയാം. അപ്പോൾ കൊബാൾട്ട് കാറ്റലിസ്റ്റ് യൂസ് ചെയ്തപ്പോൾ ഉണ്ടായ സംഭവമാണ് 3:1 എന്നുള്ള റേഷ്യോയിൽ ലീനിയർ ആൻഡ് ബ്രാഞ്ച്ഡ് ആൽഡിഹൈഡ്സ് കിട്ടിയെന്നുള്ളത്.
And the other disadvantages of using cobalt catalyst are the temperature is 140 to 175 degrees centigrade and the pressure is 200 atmospheres. And high pressure reaction. So the condition that is required for the hydroformylation reaction using cobalt catalyst was very strong. എന്താ പറയുക, നമ്മൾക്ക് ഒരു 200 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നമുക്കൊരു റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ റിയാക്ഷൻ നടത്തുന്ന കണ്ടെയ്നർ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കുന്ന ഒരു സിസ്റ്റത്തിനും അതുപോലെ ഒരു പവർ ഉണ്ടായിരിക്കും. നമ്മൾ ആദ്യം കണ്ടായിരുന്നോ, നിങ്ങൾ കണ്ടായിരുന്നല്ലോ, കണ്ടോ, ഇതാണ് അതിൻ്റെ പ്ലാന്റ് എന്ന് പറയുന്നത്. ഹൈഡ്രോഫോർമുലേഷൻ നടത്താൻ ഉണ്ടാക്കിയെടുത്ത പ്ലാന്റ് ആണിത്. കാരണം ഇത്രയും വലിയൊരു പ്രഷർ സ്റ്റാൻഡ് ചെയ്യുന്ന അത്രയും ശക്തമായ വാളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കണ്ടെയ്നറിന് അങ്ങനെ അത്രയും ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോസസ്സ് അവിടെ നടത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ അല്ലേ. അപ്പോൾ ബ്രാഞ്ച്ഡ് ചെയിൻ ആൽഡിഹൈഡ് പ്രിഡോമിനേറ്റ്സ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ അതിന് പകരം മറ്റൊരു കാറ്റലിസ്റ്റിനെ സജസ്റ്റ് ചെയ്യപ്പെട്ടു, ദാറ്റ് ഇസ് റോഡിയം കാറ്റലിസ്റ്റ്. റോഡിയം കോംപ്ലക്സ് ഇസ് 100 to 1000 times more active than cobalt complex. It can be used under ambient condition. എന്ന് പറഞ്ഞാൽ എന്താ, റൂം ടെമ്പറേച്ചർ മതി നമ്മൾക്ക്. 82 to ഇതെനിക്ക് തോന്നുന്നില്ല, ഇത് ഇത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. 25 ഡിഗ്രി സെന്റിഗ്രേഡ് അല്ലെങ്കിൽ മതി. ഇത് എനിക്ക് തോന്നുന്നു ഈ എഴുതിയിരിക്കുന്ന ഇച്ചിരി പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മറ്റെവിടെയോ നോക്കിയപ്പോൾ അതൊരു റൂം ടെമ്പറേച്ചർ എന്നാണ് ഞാൻ കണ്ടത്. ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഈ ടെമ്പറേച്ചർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഈ പ്രഷറും ആണെന്ന് തോന്നുന്നില്ല. ദാറ്റ് ഈസ് ആംബിയന്റ് ടെമ്പറേച്ചറും അറ്റ്മോസ്ഫിയർ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെയാണ് പറഞ്ഞത്, ഞാൻ കണ്ടത് കേട്ടോ. സോറി കേട്ടോ, ഇത് തെറ്റിപ്പോയതാണേ. 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഒരു 25 to 30 ഡിഗ്രി സെന്റിഗ്രേഡിൽ നമ്മൾക്ക് നമ്മളുടെ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാം യൂസിങ് ദിസ് റോഡിയം കാറ്റലിസ്റ്റ്. എനർജി, ഇറ്റ് ഇസ് എൻ എനർജി സേവിംഗ് പ്രോസസ് ആൻഡ് ലീനിയർ ടു ബ്രാഞ്ച് റേഷ്യോ ഈസ് 15 to 1. നേരത്തെ 3:1 എന്നുള്ള സ്ഥലത്ത് നമ്മളുടെ റേഷ്യോ 15 to 1 എന്നായി. ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ 99% ഓഫ് ദ ഒബ്റ്റെയിൻഡ് ആൽഡിഹൈഡ് വാസ് ഫൗണ്ട് ടു ബി ലീനിയർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ഒരു ഒക്ട് 1 നമ്മൾ കൊബാൾട്ട് കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് ഹൈഡ്രോഫോർമുലേഷൻ നടത്തിയപ്പോൾ 65% ലീനിയർ ആണ്, പിന്നെ ഒക്കെ ബ്രാഞ്ച്ഡ് ആണ് അല്ലേ. 35% ബ്രാഞ്ച്ഡ് ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി കമ്മിങ് ടു ദി കാറ്റലിറ്റിക് പ്രോസസ് മെക്കാനിസം നമുക്ക് നോക്കാം. നമ്മളുടെ ഇനിഷ്യൽ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഒക്ടാ കാർബണിൽ കൊബാൾട്ട് ആണ്, CO2CO8. ഇത് ആക്റ്റീവ് അല്ല, 18 ഇലക്ട്രോൺ സ്പീഷീസ് ആണ്. നമ്മൾ ഇതിനെ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ അനുവദിക്കുന്നു. Then hydrogen react with this cobalt catalyst to form HCO4. Again, this is an 18 electron species. ഇനി എന്താ സംഭവിക്കുക? അപ്പൊ ഇതിനകത്ത് എന്താണ്, അൺസാച്ചുറേറ്റഡ് അല്ലല്ലോ, കോർഡിനേറ്റീവ്ലി അൺസാച്ചുറേറ്റഡ് അല്ല നമ്മളുടെ സ്പീഷീസ്. സോ വി ഹാവ് ടു മേക്ക് ഇറ്റ് മോർ ആക്റ്റീവ് by eliminating one ligand. So carbon monoxide is eliminated. Now this is a 16 electron species. Now the alkene is added. Alkene is coordinated to form a pi-coordinated complex. Pi-coordinated complex ഉണ്ടായി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമ്മളുടെ വിൽക്കിൻസൺ കാറ്റലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന അതേപോലെ തന്നെയാണ് ഇവിടെ നടക്കുക. ഹൈഡ്രോജിനേഷൻ ആണ് ഇവിടെ, ഹൈഡ്രോഫോർമൈലേഷൻ ആണ്, ആ വ്യത്യാസമാണ് ഉള്ളത്. സോ കോർഡിനേഷൻ ഓഫ് ദിസ് ആൽക്കീൻ ടേക്സ് പ്ലേസ് ഹിയർ. അപ്പോൾ ഇത് വീണ്ടും ഒരു 18 ഇലക്ട്രോൺ സ്പീഷീസ് ആയി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഇത് രണ്ടും കൂടി ഒന്നിച്ചങ്ങ് എഴുതി പോയത് കൊണ്ടാണ്, മൈഗ്രേറ്ററി ഇൻസേർഷൻ ഓഫ് ഹൈഡ്രജൻ നടക്കും. മൈഗ്രേറ്ററി ഇൻസേർഷൻ ഓഫ് ഹൈഡ്രജൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് കയറും. ഇങ്ങോട്ട് കയറുമ്പോൾ അത് എന്തായിട്ട് മാറും? ആ ഒരു സ്റ്റെപ്പ് അവിടെ മാഞ്ഞു പോയല്ല, മീൻസ് അവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. സോ അതെന്താവും അറിയാമോ? CH2 ഇങ്ങനെ അത് ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അതൊരു ആൽക്കൈൻ ആയിട്ട് മാറും. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ ഇവിടുന്ന് അങ്ങ് പോയില്ലേ, അപ്പൊ അവിടെ ഒരു വേക്കൻറ്റ് സൈറ്റ് വരും. അപ്പൊ അത് വീണ്ടും ഒരു 16 ഇലക്ട്രോൺ സ്പീഷീസ് ആയിട്ട് മാറും. ആ 16 ഇലക്ട്രോൺ സ്പീഷീസിലോട്ടാണ് നമ്മളുടെ കാർബൺ മോണോക്സൈഡ് കയറുന്നത്. അപ്പൊ നമ്മൾ ലിഗാൻഡിനെ ആഡ് ചെയ്യാണ്. അപ്പൊ വീണ്ടും അതൊരു 18 ഇലക്ട്രോൺ സ്പീഷീസ് ആയിട്ട് മാറി. അപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ്.
ഓക്കെ, അപ്പോൾ 1 2 3 4 ഇത് രണ്ടും കൂടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നതാണ് കേട്ടോ ഈ സംഭവം. ഇതിനകത്ത് ഈ കാർബൺ മോണോക്സൈഡ് വന്നു കഴിയുമ്പോൾ ഒരു മൈഗ്രേറ്ററി ഇൻസേർഷൻ നടക്കും. മൈഗ്രേറ്ററി ഇൻസേർഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് നടക്കും. ഒരു ലിഗാൻഡ് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും. സോ ഇറ്റ് ഇസ് സി ഡബിൾ ബോണ്ടോ CH2 CH2 CH3. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു ലിഗാൻഡ് ഇവിടെ ഫ്രീ ആകും. ഇത് വീണ്ടും ഒരു 16 ഇലക്ട്രോൺ സ്പീഷീസ് ആയിട്ട് മാറും. എപ്പോൾ കാർബൺ മോണോക്സൈഡ് മൈഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ. സോ ഇറ്റ് ഇസ് എ 16 ഇലക്ട്രോൺ സ്പീഷീസ്. അതിനകത്തോട്ട് ഓക്സിഡേറ്റീവ് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ നടക്കും. ഓക്സിഡേറ്റീവ് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ നടന്നപ്പോൾ ഓക്സിഡേറ്റീവ് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ നടന്നല്ലോ. അപ്പോൾ ഇവിടെ 2 ഹൈഡ്രജൻ വന്നു ചേർന്നു. സോ ഇറ്റ് ഇസ് 18 ഇലക്ട്രോൺ സ്പീഷീസ് അഗെയിൻ. ഇനിയും റിഡക്റ്റീവ് എലിമിനേഷൻ ഓഫ് ആൽഡിഹൈഡ് ടേക്സ് പ്ലേസ് ബൈ കമ്പൈനിങ് ദിസ് ഹൈഡ്രജൻ ടു ദിസ് CO. CO-യിൽ വന്നു ചേരുമ്പോൾ ഇത് എന്തായി? CH3 CH2 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 CHO. ദാറ്റ് ഈസ് എലിമിനേറ്റഡ് ആസ് ദി പ്രോഡക്റ്റ്. ആൽഡിഹൈഡ് അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ വീണ്ടും നമ്മളുടെ കയ്യിൽ CO HCO CO ത്രൈസ് ആണ്. നമ്മുടെ ഒറിജിനൽ കാറ്റലിസ്റ്റിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി we are adding one more CO so that it becomes HCO CO 4 times the original catalyst, which is the 18 electron species. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ ഞാൻ ഈ സൈഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. ഡൈകോബാൾട്ട് ഒക്ടാ കാർബണിലിനെ ബ്രേക്ക് ചെയ്തു, ടെട്രാ കാർബണിൽ ഉണ്ടായി. ടെട്രാ കാർബണിൽ 18 ഇലക്ട്രോൺ സ്പീഷീസ് ആണ്. അതിനകത്തുനിന്ന് ഒരു കാർബൺ മോണോക്സൈഡ് എലിമിനേറ്റ് ചെയ്തിട്ട് ഇതൊരു ആക്റ്റീവ് സ്പീഷീസ് ആയി. ദാറ്റ് ഇസ് എ 16 ഇലക്ട്രോൺ സ്പീഷീസ് ആയിട്ട് മാറി. ആ 16 ഇലക്ട്രോൺ സ്പീഷീസിലോട്ട് ആൽക്കീൻ ആഡ് ചെയ്യപ്പെട്ടു. ഇറ്റ് ഗെറ്റ്സ് ബൈ കോർഡിനേറ്റഡ് ടു ദ ലിഗാൻഡ് ആൻഡ് എ കോംപ്ലക്സ് ഇസ് ഫോംഡ്. And to this then hydrogen 1,2 migratory insertion നടക്കും. 1,2 migratory insertion നടക്കുമ്പോൾ ഈ 1,2 migratory insertion of alkene എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൽക്കീൻ ഇങ്ങോട്ട് കയറി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാം. വാട്ട് എവർ ഇറ്റ് ഇസ്, നമുക്ക് കിട്ടുന്നത് CH2 CH2 ആ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് നമ്മളുടെ കോമ്പൗണ്ട് അവിടെ ആൽക്കീൻ അവിടെ ആഡ് ചെയ്യപ്പെടും. അപ്പോൾ വീണ്ടും അതൊരു 16 ഇലക്ട്രോൺ സ്പീഷീസ് ആകും. അവിടോട്ട് നമ്മൾ ഒരു കാർബൺ മോണോക്സൈഡിനെ കടത്തിവിടും. കാർബൺ മോണോക്സൈഡ് വന്നു കഴിയുമ്പോൾ അത് വീണ്ടും ഒരു 18 ഇലക്ട്രോൺ സ്പീഷീസ് ആകും. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ എഴുതിയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ കാർബൺ മോണോക്സൈഡ് ഉണ്ടെന്ന് തന്നെ വിചാരിച്ചു. ഇവർ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ 2 പ്രോസസ്സുകൾ ഒരു സ്റ്റെപ്പിൽ കാണിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ആൽക്കീൻ മൈഗ്രേറ്ററി ഇൻസേർഷൻ നടന്നു, അവിടോട്ടൊരു കാർബൺ മോണോക്സൈഡ് കയറി. ഇനി നടക്കുന്നത് മൈഗ്രേറ്ററി ഇൻസേർഷൻ ഓഫ് ഈ കാർബൺ മോണോക്സൈഡ് ഇങ്ങോട്ട് കയറുകയാണ്. ആൽക്കൈൽ മൈഗ്രേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ആൽക്കൈൽ മൈഗ്രേഷൻ ഈ MCO ബോണ്ടിലോട്ട്, ഇത് മെറ്റൽ ആണ്, ഇത് CO ബോണ്ടാണ്. ഈ മെറ്റൽ CO ബോണ്ടിലോട്ട് ആൽക്കൈൽ മൈഗ്രേഷൻ നടക്കും. ആൽക്കൈൽ മൈഗ്രേഷൻ നടക്കുമ്പോൾ ഈ ഒരു കോമ്പൗണ്ട് ഇവിടെ, ഈ ഗ്രൂപ്പ് അവിടെ വരും. ആൽക്കൈൽ മൈഗ്രേഷൻ നടന്നു. അപ്പോൾ അവിടെ വീണ്ടും ഒരു വേക്കൻറ്റ് സൈറ്റ് ഉണ്ടായി. അവിടെയാണ് ഈ കാർബൺ മോണോക്സൈഡ് കയറുന്നത്. ഇതിനെ ഇവിടെ വെട്ടിക്കളയണം എന്നില്ല, ഇവിടെ ഒരു CO ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, ഇനി നമ്മുടെ ഓക്സിഡേറ്റീവ് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ നടക്കും. ഓക്സിഡേറ്റീവ് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ നടക്കുമ്പോൾ ഇവിടെ 18 ഇലക്ട്രോൺ സ്പീഷീസ് ആയി, ഹൈഡ്രജൻ ആഡ് ചെയ്തു. ആ ഹൈഡ്രജനിൽ നിന്ന് ഒരെണ്ണം നമ്മുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടാകാൻ വേണ്ടി COയിലോട്ട് അബ്സ്ട്രാക്ട് ചെയ്യപ്പെടും. ആൽഡിഹൈഡ് വിൽ ബി എലിമിനേറ്റഡ് ആസ് ദ പ്രോഡക്റ്റ് ആൻഡ് ആസ് എ റിസൾട്ട് there will be a vacant site, that is it is a 16 electron species, and to that a carbon monoxide ligand is added and we will get the 18 electron species, which is our original species. അതിനകത്തോട്ട് വീണ്ടും ഹൈഡ്രജനെ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്ത് എന്താണ് പറയുന്നത്, 2 സ്പീഷീസുകൾ ഒന്നിച്ച് കമ്പൈൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇവിടെ CO2 CO8 ടൈംസ് കിട്ടും. ഇതാണ് ഹൈഡ്രോഫോർമൈലേഷൻ പ്രോസസ് യൂസിങ് കൊബാൾട്ട് കാറ്റലിസ്റ്റ്. അപ്പോൾ ഇതിന് നമ്മൾ പറഞ്ഞ കുറച്ച് ഡിഫക്ട്സ് ഉണ്ട്. ടെമ്പറേച്ചർ ഹൈ ആവണം, പ്രഷർ വളരെ ഹൈ ആവണം. അപ്പോൾ അതിന് പകരം നമ്മളൊരു റോഡിയം കാറ്റലിസ്റ്റിനെ യൂസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ റോഡിയം കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ റോഡിയം കാറ്റലിസ്റ്റ്. HRHCOPPH3 ത്രൈസ് ആണ്. ട്രൈഫിനൈൽ ഫോസ്ഫീൻ ആണ് ഇതിനകത്ത് ലിഗാൻഡ്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കാറ്റലിസ്റ്റ് ആക്റ്റീവ് ആവാൻ വേണ്ടി 1 of the PPH3 ഗ്രൂപ്പ് ഇസ് റിമൂവ്ഡ്. പിന്നെ എന്താ ഉള്ളത്? HRHCO
ഡബിൾ എ, രണ്ട് എൽ ഉണ്ട്. രണ്ട് എൽ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, PPH3 ആണ് എൽ. നേരത്തെ പോലെ തന്നെയാണ്, പ്രോസസ്സിൽ വ്യത്യാസമൊന്നുമില്ല, ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് മാത്രമാണ് വ്യത്യാസം. നമ്മുടെ ആൽക്കീനെ നമ്മൾ ആഡ് ചെയ്തു, പൈകോർഡിനേറ്റഡ് കോംപ്ലക്സ് ഉണ്ടായി. പൈകോർഡിനേറ്റഡ് കോംപ്ലക്സ് എന്നിട്ട് മെറ്റൽ ഹൈഡ്രജൻ ബോണ്ടിലോട്ട് ആൽക്കീൻ്റെ മൈഗ്രേഷൻ നടന്നു. വേക്കൻറ്റ് സൈറ്റ് വന്നു, അവിടോട്ട് നമ്മൾ കാർബൺ മോണോക്സൈഡ് ആഡ് ചെയ്തു. കാർബൺ മോണോക്സൈഡും കൂടെ അവിടെ വന്നു. ഇനി നമ്മൾ എന്താ പറയുക, മെറ്റൽ CO ബോണ്ടിലോട്ട് ആൽക്കീൻ്റെ മൈഗ്രേഷൻ നടക്കുന്നത് കൊണ്ട് അവിടെ ഒരു CO ഗ്രൂപ്പ് ആഡ് ചെയ്തു. ഒരു അസൈൽ ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അസൈൽ ഗ്രൂപ്പ് ഫോം ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും അത് 16 ഇലക്ട്രോൺ സ്പീഷീസ് ആയി. ഹൈഡ്രജൻ ആഡ് ചെയ്തു, ഓക്സിഡേറ്റീവ് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ നടന്നു. എച്ചും ഇവിടെ ആഡ് ചെയ്തു. ആ എച്ചിനകത്ത് ഒരെണ്ണം CO ഗ്രൂപ്പിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു. As a result, we will get the aldehyde, and അവിടെ നിന്ന് H പോയി കഴിയുമ്പോൾ HRHCOLL എന്ന് പറയുന്ന നമ്മളുടെ കാറ്റലിസ്റ്റിനെ നമുക്ക്, ആക്റ്റീവ് കാറ്റലിസ്റ്റിനെ നമുക്ക് റീജനറേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് ഹൈഡ്രോഫോർമുലേഷൻ യൂസിങ് റോഡിയം കാറ്റലിസ്റ്റ്. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങളോട് ഹൈഡ്രോഫോർമുലേഷൻ ഓക്സോ പ്രോസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എഴുതുക. ഓക്സോ പ്രോസസ് യൂസിങ് റോഡിയം കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ കൊബാൾ കാറ്റലിസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ ഇതിനകത്ത് ഏതാണോ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് അത് എഴുതുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാലും മതിയാവും കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഹൈഡ്രോഫോർമുലേഷൻ റിയാക്ഷനെ കുറിച്ച് പറയാനുള്ളത്. I hope you understood the concept. Thank you for listening and have a nice day.